ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസിസ്റ്റൻറ്റ് സെക്രട്ടറി CSEB എക്സാമിനേഷനിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ നമ്പർ 21. ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വെർബ് ഇൻ ബ്രാക്കറ്റ്സ്. ഐ വിൽ വെയിറ്റ് അണ്ടിൽ ഐ സീ ഹിം. ഓപ്ഷൻ എ സീ, ഓപ്ഷൻ ബി സോ, ഓപ്ഷൻ സി വിൽ സീ, ഓപ്ഷൻ ഡി ഹാവ് സീൻ. ഇവിടെ റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ എ സി. വൈ എന്നാണ് കാര്യം? രണ്ട് ക്ലോസ് ഉള്ള വാക്യമാണ്. ഇവിടെ മെയിൻ ക്ലോസ് ഏതാ? ഐ വിൽ വെയിറ്റ്. മെയിൻ ക്ലോസിലെ വെർബിന് മുമ്പ് വില്ല് വന്നിരിക്കുക. അപ്പം മെയിൻ ക്ലോസിലെ വെർബിന് മുമ്പ് വില്ല്, ഷാൽ, ക്യാൻ, മേ എന്നിവ വന്നാൽ സബോർഡിനേറ്റ് ക്ലോസിലെ വെർബ് സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കണം എന്നാണ് നിയമം. അപ്പോൾ ഇവിടെ മെയിൻ ക്ലോസിലെ വെർബ് മുമ്പ് വില്ല് വന്നിരിക്കുന്നതിനാൽ സബോർഡിനേറ്റ് ക്ലോസിലെ വെർബ് അതിൻ്റെ V2 ഫോം അല്ലെ വെർബ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലായിരിക്കണം. അപ്പോൾ സി എന്ന വെർബിന് സിമ്പിൾ പ്രസൻറ്റ് രണ്ട് ഫോമുണ്ട്. ഒന്ന് സി ഉണ്ട്, സീസ് ഉണ്ട്. ഇവിടെ വിത്ത് ഐ, വി, യു, ദേ ആൻഡ് പ്ലൂരൽ നൗൺസ് വി ക്യാൻ യൂസ് സി ഓർ V1 ഫോം. ഹെൻസ് ദി ആൻസർ ഈസ് ഓപ്ഷൻ എ സി. Question number 22. Complete the sentence with a suitable tense form. Every day I walk to office, but today I dash by bus. Option A go, option B go went, option C going, option D am going. ഇപ്പോൾ ഒന്നാമത്തെ ക്ലോസിൽ വാക്ക് എന്ന വെർബ് വന്നിരിക്കുക. വാക്ക്. ഇവിടെ വാക്ക് എന്ന വെർബ് വരാൻ കാരണം എന്താ? ഈ വാക്യത്തിൽ സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഐഡൻറ്റിറ്റിയെ ഉപയോഗിക്കുന്ന വാക്കുണ്ട്. ഏതാണ്? എവരി. എവരി എന്ന വാക്കിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് ആദ്യത്തെ ക്ലോസിൽ സിമ്പിൾ പ്രസൻറ്റ് വരും. അപ്പോൾ ഒരേ സമയത്ത് നടക്കുന്ന രണ്ട് സംഭവങ്ങളിൽ ഒന്ന് സിമ്പിൾ പ്രസൻറ്റ് ആണെങ്കിൽ രണ്ടാമത്തെ പ്രസൻറ്റ് കണ്ടിന്യൂസ് വരണം എന്നാണ് നിയമം. അതിന് പ്രകാരം ഗോ എന്ന വെർബിൻ്റെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമായ ആം ഗോയിങ് ആണ് ഉത്തരമായി വരിക. ഓർത്തിരിക്കുക, ഒരേ സമയത്ത് നടക്കുന്ന രണ്ട് സംഭവങ്ങളിൽ ഏതെങ്കിലും ഒരു വെർബ് സിമ്പിൾ പ്രസൻ്റ് ആണ്, രണ്ടാമത്തെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. ഇപ്പോൾ ഈ ഒന്നാമത്തെ ക്ലോസിൽ വെർബ് സിമ്പിൾ പ്രസൻ്റ് ആണ്, അതിന് കാരണം എവരി. അതുകൊണ്ട് രണ്ടാമത്തെ ക്ലോസിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് വരും. ഹെൻസ് ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആം ഗോയിങ്. 23. Question number 23. Identify the noun clause in the sentence. That you have come makes me happy. Option A you, option B you have come, option C that you have come, option D makes me happy. ഇവിടെ നൗൺ ക്ലോസ് ഏതാണെന്നാണ് ചോദ്യം. ഇപ്പോൾ ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? എ ക്ലോസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഹാവിങ് എ സബ്ജക്റ്റ് ആൻഡ് എ പ്രെഡിക്കറ്റ് ആൻഡ് ഫോമിങ് പാർട്ട് ഓഫ് എ സെൻറ്റൻസ്. ഒരു സബ്ജക്റ്റും പ്രെഡിക്കറ്റുമുള്ള വാക്കുകളുടെ സമൂഹം അഥവാ വാക്യവിഭാഗം എപ്പോൾ പരിപൂർണമായ ആശയം തരുന്നൊരു വാക്യത്തിൻ്റെ അംശമാകുന്നു അപ്പോൾ ക്ലോസ് എന്ന് വിളിക്കും. അത്തരം ക്ലോസിൽ ഒരു നാമം ഉൾപ്പെട്ട് വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് നൗൺ ക്ലോസ്. ഇവിടെ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ദാറ്റ് യു ഹാവ് കം. ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. Question number 24. Choose the comparative form of the sentence from the given options. Few writers write as humorously as Sanjayan. Option A, Sanjayan writes better than others. Option B, Sanjayan is the most humorous writer. Option C, not many writers are as humorous as Sanjayan. Option D, Sanjayan writes more humorously than any other writer. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വാക്യം ആദ്യം ഏത് ഡിഗ്രിയിലാണെന്ന് നോക്കുക. ദർ ആർ 3 degrees ഓഫ് കമ്പാരിസൺ: പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്. അപ്പോൾ തന്നിരിക്കുന്ന വാക്യം പോസിറ്റീവ് ഡിഗ്രിയിലാണ്. ആസ്, ഹ്യൂമറസ്ലി, ആസ്. അപ്പോൾ ഇനി കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് പോകണം. കമ്പാരിറ്റീവ് ഡിഗ്രി ആകുമ്പോൾ ഈ വാക്യത്തിൽ 4 ഓപ്ഷനിൽ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. സഞ്ജയൻ റൈറ്റ്സ് മോർ ഹ്യൂമറസ്ലി ദാൻ എനി അതർ റൈറ്റർ. അപ്പോൾ സാധാരണ കമ്പാരിറ്റീവ് ഉണ്ടാക്കാൻ ER ചേർക്കണം, സൂപ്പർലേറ്റീവ് ഉണ്ടാക്കാൻ EST ചേർക്കണം.
അത്തരം സന്ദർഭങ്ങൾ വരാത്ത വാക്കുകൾക്ക് ER ചേർക്കുമ്പോൾ കമ്പാരിറ്റീവ് വരാത്ത സ്റ്റേജിൽ മോർ ഉപയോഗിച്ച് കമ്പാരിറ്റീവും മോസ്റ്റ് ഉപയോഗിച്ച് സൂപ്പർലേറ്റീവ് ഉണ്ടാക്കാമെന്നാണ് നിയമം. ഹെൻസ് ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി. സഞ്ജയൻ റൈറ്റ്സ് more humorously than any other writer. That is the right answer. Question number 25. Complete the following sentence with the appropriate noun form. Every weekend, myself and my dash Pooja goes to the movies. Option A, cousin. Option B, cousin sister. Option C, cousin's sister. Option D, sister's cousin. The right answer here is option A, cousin. Every weekend, myself and my cousin Pooja. That is the right answer. Question number 26. Fill in the blank with a suitable phrase. At the party, Alia wore an attire that was much more attractive than dash other girls. Attire meaning dress എന്നാണ് അർത്ഥം. ഓപ്ഷൻ എ നോക്കുക, ദാറ്റ് ഓഫ്. ഓപ്ഷൻ ബി, ദാറ്റ് ഓഫ് ഓൾ. ഓപ്ഷൻ സി, ദാറ്റ് ഓഫ് ദ. ഓപ്ഷൻ ഡി, ദോസ് ഓഫ് ദ. റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി, ദാറ്റ് ഓഫ് ദ. അറ്റ് ദ പാർട്ടി ആലിയ വോർ ആൻ അറ്റയർ that was much more attractive than that of the other girls. That is the right answer. Question number 27. Complete the sentence with a suitable preposition. The train is dash, so come fast. Option A, in time. Option B, on time. Option C, to time. Option D, in good time. Right answer here is option B, on time. The train is on time. On time meaning കൃത്യസമയത്താണ് ഓടുന്നത്, അതുകൊണ്ട് വേഗം വരിക. On time, that is the right preposition here. Question number 28. Complete the sentence using appropriate forms of verbs. I don't want to go without you, comma, I dash wait until you dash be ready. ഈ വാക്യം നോക്കുക, അതിനകത്ത് 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ, വിൽ വെയിറ്റ്. ഓപ്ഷൻ ബി, വിൽ ബി. ഓപ്ഷൻ ബി, വിൽ വെയിറ്റ് ഹാവ് ബീൻ. ഓപ്ഷൻ സി, വിൽ വെയിറ്റ് ആർ. ഓപ്ഷൻ ഡി, ഷാൽ വെയിറ്റ് ഹാവ് ബീൻ. റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി, വിൽ വെയിറ്റ് ആർ. വൈ? അതിനെന്താണ് കാരണം? നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇവിടെ തന്നിരിക്കുന്ന വാക്യത്തിൽ 2 ക്ലോസുകളുണ്ട്. ഒന്നാമത്തെ ക്ലോസ് ഏതാ? ഐ ഡാഷ് വെയിറ്റ്. രണ്ടാമത്തെ ക്ലോസ് അണ്ടിൽ യു ബി റെഡി. ഇവിടെ മെയിൻ ക്ലോസിലെ വെർബ് തന്നിട്ടില്ല, സബോർഡിനേറ്റ് ക്ലോസിലെ വെർബ് തന്നിട്ടില്ല. അപ്പം മെയിൻ ക്ലോസിലെ വെർബിന് മുമ്പ് വില്ല്, ഷാൽ, ക്യാൻ, മേ ഇവ വന്നാൽ സബോർഡിനേറ്റ് ക്ലോസിൽ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കണം എന്നാണ് നിയമം. ഈ റൂൾ പ്രകാരം റൈറ്റ് ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്. അപ്പം മെയിൻ ക്ലോസിൽ ഐ വിൽ വെയിറ്റ്, അവിടെ വെയിറ്റ് എന്നതിന് മുമ്പ് വില്ല് വന്നു. അങ്ങനെ വന്നുകൊണ്ട് സബോർഡിനേറ്റ് ക്ലോസിലെ വെർബ് ബി എന്ന ക്രിയാധാതുവിൻ്റെ സിമ്പിൾ പ്രസൻറ്റ് ഫോം വേണം. അപ്പോൾ യു സബ്ജക്റ്റായി വരുന്നതുകൊണ്ട് ആറാണ് ഉത്തരം വരിക. ഹെൻസ് ദി ആൻസർ ഈസ് ഓപ്ഷൻ സി, വിൽ വെയിറ്റ്, R. Question number 29. Change the given sentence into indirect speech. Rajiv, when will you arrive here tomorrow? അത്രയും ഇൻവെർട്ടഡ് കോമയില്ല. സതീഷ് സെഡ്. ഇത് റിപ്പോർട്ട് ചെയ്യണം വാക്യം. അപ്പോൾ നോക്കുക, ഓപ്ഷൻ എ നോക്കുക. സതീഷ് ആസ്ക്ഡ് രാജീവ് വെൻ ഹി വിൽ അറൈവ് ദെയർ ദ നെക്സ്റ്റ് ഡേ. Option B, Sadish asked Rajiv when he would arrive there the next day. Option C, Sadish asked Rajiv when will he arrive there the next day. Option D, Sadish asked Rajiv when would he
arrive there the next day. Right answer here is option B. Satish asked Rajiv when he would arrive there the next day. ഇവിടെ കൊട്ടേഷനുള്ളിൽ ഇൻഫർമേറ്റീവ് ക്വസ്റ്റ്യൻ വന്നിരിക്കുക. അതുകൊണ്ട് റിപ്പോർട്ടിംഗ് വെർബ് സെഡ് പോരാ, ആസ്ക്ഡ് ഉപയോഗിക്കണം. അങ്ങനെയാണ് ആസ്ക്ഡ് വന്നത്. ഇനി ഇങ്ങനെ വരുന്ന വാക്യങ്ങൾക്ക് കൺജക്ഷൻ ഉപയോഗിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് കൺജക്ഷൻ വരാത്തത്. നാലാമത് ഓർത്തിരിക്കേണ്ടത് ചോദ്യവാക്കിന് മാറ്റമില്ല. ഇനി വീണ്ടും വാക്യം ചോദ്യരൂപത്തിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലേക്ക് വരണം. അങ്ങനെയാണ് സബ്ജക്റ്റ് മുന്നിൽ കയറി വന്നു, വെർബ് പിന്നാലെ വന്നു. പിന്നീട് ഓർത്തിരിക്കേണ്ട നിയമം വില്ല്, ഷാൽ എന്നിവ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വുഡ്, ഷുഡ് എന്നിവയായി മാറും. ഇവിടെ വില്ല വന്നേക്കണം, അതുകൊണ്ട് വുഡായി മാറി. ഇനി വീണ്ടും ദൂരത്തേത്തിൻ്റെ കാര്യത്തിൽ അടുപ്പം കാണിക്കുന്ന എല്ലാ പദങ്ങളും അകലം കാണിക്കുന്നവയാകണം. അങ്ങനെയാണ് ഹിയർ എന്നത് ദേർ എന്നായി മാറിയത്. അവസാനമായി ടുമോറോ എന്നത് ദ നെക്സ്റ്റ് ഡേ എന്ന് വന്നിരിക്കുന്നു. ഹെൻസ് ദി ആൻസർ ഈസ് ഓപ്ഷൻ ബി. സതീഷ് ആസ്ക്ഡ് രാജീവ് വെൻ ഹി വുഡ് അറൈവ് ദയർ ദ നെക്സ്റ്റ് ഡേ. Question number 30. Complete the sentence with appropriate phrasal verb. When the soldier was cleaning the rifle, it dashed by accident and killed his colleague. Option A, shot off. Option B, went off. Option C, fired off. Option D, came off. Right answer here is option B, went off. Went off meaning exploded. Explode present tense, exploded past tense. ഇവിടെ ആദ്യത്തെ ക്ലോസിൽ പാസ്റ്റ് കണ്ടിന്യൂസ് നിൽക്കുക. അതുകൊണ്ട് രണ്ടാമത്തെ ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് വരണം. അങ്ങനെയാണ് ഗോ എന്ന വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആയ വെൻറ്റ് ഓഫ്, പൊട്ടിത്തെറിച്ചു, എക്സ്പ്ലോഡഡ് എന്നുത്തരം വന്നത്. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. Question number 31. Complete the sentence with appropriate phrasal verb. Rani dash a large bill at the hypermarket yesterday. Option A, run off. Option B, run on. Option C, run up. Option D, run down. Right answer here is option C, run up. ഈ വാക്യത്തിൽ യെസ്റ്റർഡേ വന്നുകൊണ്ട് സിമ്പിൾ പാസ്റ്റാണ് വരേണ്ടത്. അങ്ങനെ സിമ്പിൾ പാസ്റ്റ് ഉൾപ്പെട്ടതായ ഫ്രേസൽ വെർബ് ഓപ്ഷൻ സി റാൻ അപ്പാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. Question number 32. Choose the most appropriate clause or phrase to complete the following sentence. We decided dash. Option A, to have walked home. Option B, we may walk home. Option C, that we will walk home. Option D, that we would walk home. ഇപ്പോൾ ഈ വാക്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാക്യം. ഇപ്പോൾ ഇവിടെ കൊട്ടേഷൻ വെളിയിൽ ഡിസൈഡഡ് എന്ന പാസ്റ്റ് ടെൻസ് വന്നിരിക്കുക. അങ്ങനെ കൊട്ടേഷൻ വെളിയിൽ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ആയതുകൊണ്ട് ഇൻവെർട്ടഡ് കൊമയ്ക്കുള്ളിൽ പാസ്റ്റ് ടെൻസ് വരണം എന്ന് നിയമമുണ്ട്. അങ്ങനെയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ദാറ്റ് വി വുഡ് വാക്ക് ഹോം. ദാറ്റ് ഈസ് റൈറ്റ് ആൻസർ. ഇവിടെ ഡിസൈഡഡ് പാസ്റ്റ് നിൽക്കുന്നുണ്ട്. ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് വരുന്നതായ വില്ല്, ഷാൽ എന്നിവ വുഡ്, ഷുഡ് എന്നിവയാക്കണം. അതാണ് നിയമം. ഹെൻസ് ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ദാറ്റ് വി വുഡ് വാക്ക് ഹോം. Question number 33. Collective noun for tiger is dash. Option A, pride. Option B, covey. Option C, brace. Option D, streak. Right answer here is streak of tiger. That is the right answer. Question number 34. Select the correctly spelled word. Option A, fortress. Option B, camphor. Option C, 45. Option D, fatigue. ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫോർട്രസ്, FORTRESS. ബാക്കി 3 സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. Question number 35. Select the misspelled word. Option A, poverty. Option B, penurious. Option C, prohibit. Option D,
ഇഗ്നോമിനി. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുള്ള വാക്ക് ഓപ്ഷൻ ബി ആണ്, പെന്യൂറസ് എന്നാണ്. ഇവിടെ പെന്യൂറസിൽ ഇത് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, PENURIOUS എന്നാണ് വരേണ്ടത്. അവിടെ ഇ അല്ല, RIOUS. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 36, ആൻറ്റോണിയം ഓഫ് ഹിലാറിയസ്. ഹിലാറിയസ് മീനിങ് ആഹ്ലാദഭരിതമായ. അതിൻ്റെ ഓപ്പോസിറ്റ് ഓപ്ഷൻ എ ഹ്യൂമറസ്, ഓപ്ഷൻ ബി ജോവിയൽ, ഓപ്ഷൻ സി സോളം, ഓപ്ഷൻ ഡി സോളറൈസ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ, സോളം, ദൃഢമായ, ദൃഢപ്രതിജ്ഞ, സോളം ഓത്ത്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 37, സിനോണിയം ഓഫ് സിംപിൾട്ടൺ. സിംപിൾട്ടൺ എന്ന വാക്കിൻ്റെ പര്യായപദം ഏതാണ്? സിംപിൾട്ടൺ മീനിങ് മഠയൻ. ഓപ്ഷൻ എ ബോഫിൻ, ഓപ്ഷൻ ബി വിസാഡ്, ഓപ്ഷൻ സി ഫൂൾ, ഓപ്ഷൻ ഡി എക്സ്പെർട്ട്. റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി ഫൂൾ. ക്വസ്റ്റ്യൻ നമ്പർ 38, ഫൈൻഡ് ഔട്ട് ദ സ്യൂട്ടബിൾ കൊട്ടേഷൻ ഫോർ ദ ഫോളോവിങ്. മാഗ്നം ഓപ്പസ് ഫോറിൻ ഫ്രേസ് എന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ മാഗ്നം ഓപ്പസ് എന്നതിൻ്റെ മീനിങ് എന്താ? ഓപ്ഷൻ എ ഫോർ എക്സാമ്പിൾ, ഓപ്ഷൻ ബി എ ഗ്രേറ്റ് വർക്ക്, ഓപ്ഷൻ സി ഇൻ ദ മാറ്റർ ഓഫ്, ഓപ്ഷൻ ഡി എ മാൻ ഓഫ് ബിസിനസ്. റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ബി എ ഗ്രേറ്റ് വർക്ക്. ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 39, ഫൈൻഡ് ഔട്ട് ദ സ്യൂട്ടബിൾ കൊട്ടേഷൻ ഫോർ ദ ഫോളോവിങ്. വൈസ് വേഴ്സ. ഇത് ഫോറിൻ ഫ്രേസ് എന്ന ചാപ്റ്ററിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഓപ്ഷൻ എ ഓപ്പോസിറ്റ്, ഓപ്ഷൻ ബി ഇൻസ്റ്റൻ്റ്ലി, ഓപ്ഷൻ സി ഇമ്മീഡിയറ്റ്ലി, ഓപ്ഷൻ ഡി ദ ടേംസ് ബീയിങ് റിവേഴ്സ്ഡ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ, ദ ടേംസ് ബീയിങ് റിവേഴ്സ്. നേരെ മറിച്ചും നേരെ തിരിച്ചും, ഇതാണ് ഇതിൻ്റെ എക്സാക്ട് മീനിങ്. ക്വസ്റ്റ്യൻ നമ്പർ 40, ദ ഇഡിയം ക്യാരി ദ ഡേ മീൻസ്. ഓപ്ഷൻ എ to be successful in a contest or dispute. Option B, moving fast towards the goal. Option C, to make one feel less tired. Option D, have a suitable companion for the day. Right answer here is option A, to be successful in a contest or dispute. That is the right answer. Okay, thank you.